സർക്കാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ ജനുവരി 27 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് റേഷൻ വ്യാപാരികൾ. ഇതോടെ കേരളത്തിലെ റേഷൻ വിതരണം പൂർണ്ണമായും താറുമാറാകും. റേഷൻ ട്രാൻസ്പോർട്ട് കോൺട്രാക്ടർമാരുടെ സമരത്തെ തുടർന്ന് സംസ്ഥാനത്ത് ജനുവരി 1 മുതൽ റേഷൻ വിതരണം നിലച്ച അവസ്ഥയാണ്. റേഷൻ ട്രാൻസ്പോർട്ട് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജനുവരി 1 മുതലാണ് പണിമുടക്ക് ആരംഭിച്ചത്. പച്ചരി, പുഴുക്കലരി, മട്ടരി എന്നിങ്ങനെ വിവിധ അളവിലാണ് ഓരോ കാർഡുടമയ്ക്കും നൽകേണ്ടത്. മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ കാർഡുടമകൾക്ക് 30 കിലോ വരെ അരി നൽകണം. എന്നാൽ ഇതിന് റേഷൻ കടകളിൽ സാധനങ്ങൾ തികയാത്ത അവസ്ഥയാണ്. സംസ്ഥാനത്തെ പല റേഷൻ കടകളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. ഈ മാസത്തെ റേഷൻ വിതരണം അവതാളത്തിലായ സാഹചര്യമാണ് നിലവിലുള്ളത്. പലരും റേഷൻ കടകളിലെത്തി മടങ്ങിപ്പോകുന്ന അവസ്ഥയും. അപ്പോൾ ആളുകൾ വന്ന് മടങ്ങിപ്പോകുന്നത് നിത്യസംഭവമാണ്. അത് ഇനിയിപ്പോൾ 27-ാം തീയതി കടക്കാരും കൂടെ സമരാക്കിയാൽ നല്ല ഏതായാലും 100% ഉറപ്പായി. ഇതിപ്പോൾ ഞാൻ ഇന്നൊക്കെ 4ാമത്തെ തവണയാണ് ഇവിടെ റേഷൻ മേടിക്കാൻ വന്നത്. ഇതിനു മുമ്പ് 3 തവണ വന്നിട്ട് മടങ്ങുമ്പോൾ ഇപ്പോഴും ഞാൻ ഈ റേഷൻ പീടിക കാണുമ്പോൾ തന്നെ ചോദിക്കാൻ തോന്നുന്നില്ല. ജനങ്ങൾ വല്ലാണ്ട് ബുദ്ധിമുട്ടിലായിട്ട് എല്ലാവരും. ഇത് എപ്പോഴാണ് ശരിയാന്ന് വെച്ചാൽ റേഷൻ കാർഡിൻ്റെ ലൈസൻസിലാരും പറയുന്നില്ല. ഇത് എപ്പോഴും ശരി, അവർക്കും ഒരു ഉറപ്പില്ല. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരെ കാര്യങ്ങൾ. 27 മുതൽ റേഷൻ വ്യാപാരികളും അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുകയാണെന്ന് കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ടി വി തമ്പാൻ പറഞ്ഞു. ട്രാൻസ്പോർട്ട് കോൺട്രാക്ടർമാർ സമരത്തിലാണ്. അവരുടെ സമരം ഇതുവരെ തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ NFSയിൽ നിന്ന് റേഷൻ കടയിലേക്കുള്ള ഭക്ഷ്യധാന്യ നീക്കം പൂർണ്ണമായും ഈ മാസം നിലച്ചിട്ടുള്ളത്. അത് ഏതാനും ചില കടകളിൽ സ്റ്റോറേജ് സംവിധാനം കൂടുതൽ ഏതാനും ചില കടകളിൽ മാത്രമാണ് കുറച്ചെങ്കിലും ഭക്ഷ്യധാന്യങ്ങൾ ഇപ്പോൾ ഉള്ളത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ കേരളത്തിലെ റേഷൻ വ്യാപാരികൾ ഈ മാസം 27-ാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നോട്ടീസ് കൊടുത്ത് അതിലെ പണിമുടക്കുമായി മുമ്പോട്ട് പോവുകയാണ്. വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വർഷക്കാലമായി കേരളത്തിലെ എല്ലാ യൂണിയനുകളും ട്രേഡ് യൂണിയൻ അടക്കം സംയുക്ത പ്ലാറ്റ്ഫോം ഉണ്ടാക്കിക്കൊണ്ട് ഈ റേഷൻ മേഖലക്കകത്ത് ജീവനക്കാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നിരന്തരമായി സമരങ്ങളും അതുപോലെ തന്നെ ചർച്ചകളും നടത്തി. എന്നാൽ ഇതുവരെ അതിന് പരിഹാരം കാണാത്ത അവസ്ഥയിലാണ്. അവസാന ഘട്ടം എന്ന നിലയിൽ സംസ്ഥാന കോർഡിനേഷൻ മുഴുവൻ സംഘടനകളെ യോജിപ്പിച്ചുകൊണ്ട് ഈ 27-ാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്കുണ്ട്. എത്രയും പെട്ടെന്ന് റേഷൻ വിതരണം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.